സുമൻ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ മാമ്പഴക്കാലമൊക്കെ? ഈ വർഷത്തെ ആദ്യ മാമ്പഴക്കാലമായിരുന്നു കരുനാഗപ്പള്ളിയിൽ. അതിമനോഹരമായി ഏതാണ്ട് 50ഓളം കുട്ടികൾ അവർ മനോഹരമായി അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അത് കുട്ടികളുടെ കേവലമായ ക്ലാസ്സുകൾക്കപ്പുറത്തേക്ക് അവരെ എൻഗേജ് ചെയ്യിക്കുന്ന തരത്തിലുള്ള. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്താ അറിയോ? ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത്തവണ രക്ഷകർത്താക്കൾ കുട്ടികളെ നമ്മുടെ ക്യാമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അതെ 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 അത് പുതിയ എന്താ പ്രശ്നം എന്നറിയോ? ഇപ്പോഴത്തെ ഈ രാസലഹരി തീർച്ചയായിട്ടും ഈ കേവലം കുട്ടികളെ പാഠ്യവസ്തുക്കളാക്കി മാറ്റിയാല് അത് അത്ര അങ്ങോട്ട് ഗുണപ്പെടില്ല എന്ന് രക്ഷകർത്തൃ സമൂഹം ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവിടും. അവരൊന്ന് ചില പൊതുവിടങ്ങളിലൊക്കെ ഒന്ന് കാണട്ടെ എന്ന് അങ്ങനെ വരികയും ചെയ്തു. പിന്നെ നമ്മൾ കേവലം കുട്ടികൾക്ക് സെഷനുകൾ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഹാപ്പി പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വലിയ സെഷനിലേക്ക് നമ്മൾ ലൈബ്രറി കൗൺസിലിൽ നമ്മൾ അമ്മ അറിയാൻ എന്ന് പറയുന്ന പരിപാടി പോലെ ഹാപ്പി പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സെഷൻ കൊടുത്തു. ഏതാണ്ട് 50 കുട്ടികൾ ഉണ്ടായിരുന്നതിൽ ഏതാണ്ട് 38ഓളം രക്ഷിതാക്കൾ സജീവമായി ആ ഒരു സെഷനിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെ വളരെ നമ്മൾ ഒരു മാറ്റം നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ള. അല്ല, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ആ കൈവിടിലെ കരുനാഗപ്പള്ളി ഉണ്ട്. അതെ 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 അപ്പോൾ അന്ന് ഒരു കുടുക്കകൾ എത്രയോ കുടുക്കകൾ കുട്ടികൾ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇത്തവണ ഞങ്ങൾക്ക് ഓണക്കോടി കണ്ട പൈസ ലൈബ്രറി കൗൺസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആലപ്പുഴയിൽ നിന്നും KSRTC കണ്ടക്ടറായ അമ്മയും കൂട്ടി അമ്മയുടെ ബൈക്കിൽ ഒരു ആക്റ്റീവ സ്കൂട്ടറിൽ ഇഷാൻ എന്ന് പറയുന്ന പയ്യൻ, അവൻ 3ാം ക്ലാസ് വരികയാണ്. കരുനാഗപ്പള്ളി വരികയാണ്. കരുനാഗപ്പള്ളി വന്നിട്ട് അവൻ സൂക്ഷിച്ച കുടുക്ക നമുക്ക് തരിക. അതെ അതെ. അപ്പോൾ ഞാനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ കുടുക്ക സൂക്ഷിച്ചെന്ന്. അപ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താ? അവൻ പറയാം, അങ്ങളെ ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ, സൈക്കിൾ വാങ്ങാൻ, ഇങ്ങനെ പറയും. അവൻ എന്നോട് പറഞ്ഞത്, അങ്ങളെ ആർക്കെങ്കിലും ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ കുടുക്ക. അല്ല, നല്ല കരുതലായിട്ട് നമ്മുടെ പുതിയ തലമുറ വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ ഈ പുതിയ തലമുറയെ മൊബൈലിൽ അഡിക്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ഇടയിലും ചില പ്രകാശനാളങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇത്തരം എത്രയോ പേര് കൊടുക്ക നമുക്ക് ഈ ഒരു വയനാട്ടിലെ കൈവിടിലെ കരുനാഗപ്പള്ളി ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അതിൽ ഈ അറിവ് സമ്പാദനത്തിൽ നമ്മുടെ കുട്ടികൾ വളരെ മുമ്പിലാണ്. അതെ അതെ. ഇപ്പോൾ നമ്മുടെ കാലത്തെ ഏറ്റവും മിടുക്കനാണ് ഇന്നത്തെ ഏറ്റവും മണ്ടനായത്. അതെ അതെ. കാരണം ടെക്നോളജി ബെഞ്ചസ് എന്ന് പറഞ്ഞ് തള്ളിയിരുന്ന ഒരു വിഭാഗത്തെ തന്നെ നമ്മൾ ഇപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു 6ാം ക്ലാസ്സുകാരൻ, അവൻ്റെ പേര് സിദാൻ എന്നാണ്, അവൻ എന്നെ വിളിച്ച് ചോദിച്ചു, അങ്കിളെ ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വരേണ്ട വല്ല കാര്യം. ഞാൻ പറഞ്ഞിടേ ഞാനൊരു മീറ്റിങ്ങിലിരിക്കുക, നീ പിന്നെ വിളിക്കാൻ പറഞ്ഞു. അതിന് ഞാനൊരു ചരിത്ര വിഭാഗം പ്രൊഫസർ, അതുകൊണ്ട് റിട്ടയേർഡ് കൊല്ലം SACOLA റിട്ടയേർഡ് ചരിത്ര വിഭാഗം പ്രൊഫസർ ശ്രീകുമാർ സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ പെട്ടിരിക്കുക, സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, വിജയകുമാറെ അവൻ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സിദാൻ എന്നെ അളക്കാൻ ചോദിച്ചതല്ല, അവൻ്റെ മുമ്പിലേക്ക് ഒരു ചോദ്യം വന്നപ്പോൾ അതിന് ശരിയൊന്ന് ഉറപ്പിക്കാൻ ചോദിച്ചു. അതെ അതെ അതെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കാലത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സങ്കല്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ പരിസരത്തു നിന്നും അറിവ് തേടേണ്ടവർക്ക് അറിവ് കിട്ടുന്നൊരു പ്രശ്നമുണ്ട്. അല്ലെ, എനിക്ക് അനുഭവം നമ്മുടെ മാമ്പഴക്കാലത്തിൽ തന്നെ നമ്മുടെ ASPയുമായിട്ടുള്ള അഭിമുഖ സമയത്ത് അവരെങ്ങനെ ഈ വഴിയിലേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇൻ്റർവ്യൂകളിൽ മാത്രം നമ്മൾ ഒരു തൊഴിലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുക, ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുക, നമ്മൾ ആ പറയുന്ന ഉത്തരത്തിൽ കണക്ട് ചെയ്ത് അടുത്ത ചോദ്യം വരുന്നത് പോലെ അവരെങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ നിന്നും അതെ 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 ആ ഒരു തരത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറുന്നുണ്ട് എന്നുള്ളത് വലിയ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഞാൻ ഈ കുട്ടികളുടെ ഏറ്റവും ഞാൻ വർത്തമാനം പറയുന്ന ഒരാളാണല്ലേ. ഒരു 5 വയസ്സുള്ള കുട്ടിയോട് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അവളല്ലെങ്കിൽ അവൻ ചാടി എഴുന്നേറ്റ് എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമെന്ന് പറയും. അതെ അതെ അതെ. അവനിങ്ങനെ വളർന്നു വന്ന് 18-19 വയസ്സാകുമ്പോൾ ചോദിച്ചോട്ടെ, തല്ലി കൊന്ന അമ്മയുടെ പേര് പറയില്ല ഒരിക്കലും. കാര്യം എന്താണെന്നറിയോ? അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പഠിക്കുക എന്ന വാക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് അമ്മയാണ്. അപ്പൊ നമ്മുടെ കാലത്തും അങ്ങനെ തന്നെ. അതെ, നമുക്കും പഠനം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രക്രിയയായിരുന്നു. പക്ഷെ പുതിയ കാലത്ത് കുട്ടികൾ പാഠപുസ്തകങ്ങൾ മാത്രം ഭക്ഷിക്കേണ്ടവരാണ് എന്നൊരു തോന്നൽ നമ്മൾ രക്ഷകർത്താക്കൾ കുട്ടികളിലേക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ സമ്മർദ്ദങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നതും ഈ രാസലഹരിയുടെയൊക്കെ ഉപയോഗം കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.
പുതിയ തലമുറ ഈ രസലഹരി നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ പോലും പലപ്പോഴും ഈ പോലീസ് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഏത് തരത്തിൽ ബോധവൽക്കരണം കൊടുത്താൽ പോലും ഈ ഒരു എങ്ങനെ ഇവരിലേക്ക് എത്തും എന്നുള്ളത് നമുക്കൊരു വലിയ ബോധവൽക്കരണത്തിനൊരു പരിമിതിയുണ്ട്. കാരണം ഇപ്പോൾ പിന്നെ ഈ ലോകത്ത് ഇത്തരം ബോധവൽക്കരണങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ ഒരു പുതുമയല്ലാത്ത കാലം. പക്ഷേ നമ്മുടെ കുടുംബം എന്ന കൺസെപ്റ്റിനുണ്ടായൊരു മാറ്റമുണ്ട്. അതെ അതെ അതെ. നമ്മുടെ വീടുകളിൽ വർത്തമാനമില്ല. അതെ, അത്താഴം കഴിക്കുമ്പോഴെങ്കിലും ഒന്നിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യം, സംസാരമില്ല. ഈ നമ്മുടേതായിട്ടുള്ളൊരു മനുഷ്യനെ കടന്നു പോകുന്ന വികാരങ്ങൾ പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോം ഇല്ല. അതെ, ഒരു കാലത്ത് നമുക്ക് എന്തും കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു സുഹൃത്തുണ്ട്. അതെ അതെ. അല്ലെങ്കിൽ നമുക്ക് എന്തും കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു ബന്ധുവുണ്ട്. അത്തരം വർത്തമാനങ്ങൾ ഇല്ലാതാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ വർഷത്തെ LSS സ്കോളർഷിപ്പിന് ഈ അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും നമ്മളെ വർത്തമാനം എഴുതാനൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിലൊരു 4ാം ക്ലാസ്സുകാരൻ എഴുതിയത് കുഞ്ഞിക്കിളി വർത്തമാനം പറയാൻ ചെല്ലുമ്പോൾ അമ്മക്കിളി മൊബൈൽ ഫോണിലായിരിക്കും എന്ന. അതെ, പുതിയ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കുടുംബങ്ങളിലെ വർത്തമാനങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കൂടിയിരിക്കുക, പരസ്പരം ആശയം പങ്കിടുക എന്നുള്ള ഒരു ഇതേ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെക്കൂട്ട് വലിയ സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ വടക്കേപ്പുറത്ത് ഒരു 10-20 കൊല്ലം മുമ്പ് എല്ലാവരും ഒത്തുകൂടും. അതെ അതെ. സ്ത്രീകളാണ് ഇങ്ങനെ പേൻ നോക്കും, കുട്ടികളാണെങ്കിൽ കളിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ അവർ പങ്കിടുന്ന ഒരു ഷെയറിംഗ് ഉണ്ട്, ഷെയറിംഗ് ആൻഡ് ഹ്യൂമൻ ഫീലിങ്സ്. അതെ, അത്തരം മാനുഷിക വികാരങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നില്ല. നിങ്ങളൊരു യന്ത്രത്തിലാണെങ്കിൽ യാന്ത്രികമായി ഇപ്പോൾ നിരവധിയായ ആപ്പുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ആളുകൾ ബോർ ചെയ്യുന്നുണ്ട്. അതെ, രസമാകുന്നില്ല. അപ്പോൾ ഒരു പുതിയ ആപ്പ് മുതലാളിത്തം കൊടുക്കും. അപ്പോൾ അത്ര മനുഷ്യനത് അങ്ങനല്ല. അപ്പോൾ നമ്മൾ മഴ നനയുമ്പോൾ, നമ്മൾ ചെളിവെള്ളം തെറിപ്പിക്കുമ്പോൾ, നമ്മൾ നാടകം കാണുമ്പോൾ, നമ്മൾ പാട്ട് പാടുമ്പോൾ, നമ്മൾ നൃത്തം കാണുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ പങ്കുവെക്കുന്ന അസാധ്യമായ ഒരു വികാര വിചാരങ്ങൾ ഷെയറിംഗ് ഉണ്ട്. അത്തരം ഫീലിങ്ങുകൾ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന അത്തരം ഫീലിങ്ങുകളുടെ ഒരു കുറവ് ഇത്തരം ഒരു യാന്ത്രികതയിലേക്ക് മനുഷ്യനെ നയിക്കും എന്നാണ് കരുതേണ്ടത്.